അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. രണ്ട് ലോകത്തെ സുഖത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അർഹമുറാഹിമായ റബ്ബ് രണ്ട് ലോകത്തും നമുക്കൊക്കെ സന്തോഷവും സലാമത്തും സമാധാനവും ഏറ്റി തരട്ടെ. വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ തടസ്സമാകുന്ന എല്ലാ അവായിക്കുകളെ തൊട്ടും തടസ്സങ്ങളെ തൊട്ടും പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ റമദാനിൻ്റെ 8ാമത്തെ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് 9ാമത്തെ തറാവീഹ് ആയിരിക്കും ഇന്ന് നമുക്ക്. ഈ 9ാമത്തെ തറാവീഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാന്മാർ പഠിപ്പിക്കുന്നു, വലിയ ശ്രേഷ്ഠതയാണ് അതിനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് ഫദ്ല് നൽകിയിട്ടുണ്ട്. ഈ 9ാമത്തെ തറാവീഹ് ഒരാൾ നിസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുന്ന ഫദ്ലുകൾ അവനിക്ക് കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഇവിടെ ഫദ്ലാണ് ഉദ്ദേശം, ഹുക്കുമല്ല. അതിൻ്റെ അർത്ഥം അയാൾ നബിയാകുമെന്നോ നബിക്ക് നൽകുന്നതൊക്കെ നൽകുമെന്നോ അല്ല. എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പവറാണ് ആ 9ാമത്തെ രാത്രിയിലെ തറാവീഹിനുള്ളത്. വലിയ മഹത്വം നൽകും എന്നതാണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ വലിയ മഹത്വമുള്ള ഈ തറാവീഹ് നിസ്കാരം എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ നിസ്കരിക്കാൻ ശ്രമിക്കണം. ഇതുകൊണ്ടൊക്കെ നമ്മുടെ ലക്ഷ്യം ആഖിറം രക്ഷപ്പെടലാണ്, അള്ളാഹുവിൻ്റെ ലിഖാ കണ്ട് ആനന്ദിക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ റമദാൻ നമുക്ക് റഹ്മത്തിൻ്റെ 10 വിട പറയാൻ പോകുന്ന അല്പം മണിക്കൂറുകൾ, അതല്ലെങ്കിൽ 1-2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഈ സമയത്ത് റഹ്മത്ത് പടച്ചറബിനോട് ചോദിച്ചു വാങ്ങണം. അതിന് നമ്മളാദ്യം മറ്റുള്ളവർക്ക് റഹ്മത്ത് ചെയ്ത് മാതൃക കാണിക്കണം. എന്നിട്ട് റബ്ബിനോട് ചോദിച്ചാൽ റബ്ബ് തരും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.